പ്രോഫറ്റിക് മിനിസ്ട്രിയുടെ മോർണിംഗ് ഗ്ലോറി പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട പകൽക്കാലം സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് സമാധാനമുള്ള ഒരു ദിവസം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ സമാധാനത്താൽ നിറയുവാൻ പോകുന്നു. എഴുതിയ ലേഖനം 3-ാം അധ്യായം 15-ാം വാക്യം പറയുന്നു, ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴുന്നു. അപ്പോസ്തലനായ പൗലോസിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കാണ് സമാധാനം. റോമ സാമ്രാജ്യത്തിലുടനീളം സഞ്ചരിച്ച് സമാധാനത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ച ആ പ്രസംഗ വരിയൻ്റെ നാവിൽ മറ്റേതൊരു വാക്കിനേക്കാളും സമാധാനമാണ് കൂടുതൽ ഉച്ചരിച്ചത്. കീർത്തനം 4:2 പറയുന്നു, നമ്മുടെ ദൈവം തൻ്റെ ജനത്തിന് സമാധാനം നൽകുന്നു. സമാധാനം എന്ന വാക്കിന് ഷാലോം എന്ന ഒരു എബ്രായ പദം സൂചിപ്പിക്കുന്നു. അതൊരു നല്ല ബന്ധത്തെയാണ് കാണിക്കുന്നത്. മനുഷ്യനും മനുഷ്യനുമായി, മനുഷ്യനും ദൈവവുമായി നിങ്ങൾ സമാധാനത്തിൽ ആയിരിക്കണം. പുതിയ നിയമത്തിൽ 88 പ്രാവശ്യം സമാധാനം എന്ന വാക്കുപയോഗിക്കുമ്പോൾ ഐറീനിയസ് എന്നൊരു വാക്കാണ് പൗലോസ് ഉപയോഗിച്ചത്. ആരോഗ്യമുള്ള ശരീരം, സമ്പത്ത്, സുരക്ഷിതത്വം, സുബോധമുള്ള മനസ്സ്, ഇവയാണ് പൂർണ്ണ സമാധാനം. യെശയ്യാപ്രവചനം 26:3 പൂർണ്ണ സമാധാനം ദൈവം നമുക്ക് തരുന്നു. അത് ദൈവത്തിൻ്റെ ദാനമാണ്. യഹൂദന് സമാധാനം എന്ന വാക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. എന്നാൽ ഗ്രീക്കുകാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്ക് ഹാറിസ്, സന്തോഷം എന്ന വാക്കാണ്. അവർ തങ്ങളുടെ എഴുത്തുകൾ എഴുതുമ്പോൾ ഹാറിസ് എന്ന വാക്ക് കൊണ്ടാണ് ആരംഭിക്കുന്നത്. പൗലോസ് യേശുക്രിസ്തുവിൽ യഹൂദനും യവനനും ഒന്നാണ് എന്ന് പറയുവാൻ, കൃപയും സമാധാനവും നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ എന്ന് തൻ്റെ ലേഖനത്തിൽ താൻ പലപ്പോഴും ഓർമ്മിപ്പിച്ചു. ഇന്ന് പകൽക്കാലം യേശുക്രിസ്തുവിൽ നിങ്ങൾ ഒന്നാണ്. യേശുക്രിസ്തുവിൻ്റെ പൂർണ്ണ സമാധാനത്താൽ ദൈവം നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ഹാവ് എ നൈസ് ഡേ.